ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാനിലെ പെഷവാറിലെ ഹിന്ദുക്കളെയും ചെറിയ ഹിന്ദു കുട്ടികളെയും ഒക്കെ ഇലക്ട്രിക് സ്റ്റൺ ഗണ്ണിലൂടെ ഷോക്ക് കൊടുത്ത് പീഡിപ്പിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വല്ലാതെ വൈറലായിരുന്നു. അതുപോലെ ഖുർആൻ പഠിപ്പിക്കുന്ന കുട്ടികളെ വല്ലാതെ നമ്മൾ കാണുന്നുണ്ട് ആ വീഡിയോ. അതൊന്നും പറഞ്ഞാൽ പോലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിലേക്കാവും. പിന്നെ എങ്ങനെ ആ വീഡിയോ കാണിക്കുക? നിങ്ങളുടെ മതം ഇത്രയ്ക്കും കാരുണ്യമാണെങ്കിൽ, സമാധാനത്തിന്റെ മതമാണെങ്കിൽ ഇങ്ങനെ ഈ മതം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇത് അത്രമാത്രം ചക്കരയും പത്തരമാറ്റു മതവുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ ഒരു പവിത്രതയും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റും ജനങ്ങൾ മനസ്സിലാക്കി ഇതിലേക്ക് തന്നെ വന്നു വീഴും. പിന്നെ നിങ്ങളിങ്ങനെ നിർബന്ധിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരണ്ട. ഇപ്പം ചെയ്യുന്നത് നമ്മുടെ മലയാളികളൊന്നുമല്ല. അതിനെ എതിർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. നമ്മളും ആ ഒരു രീതിയോട് യോജിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ല ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരേണ്ടത്. പ്രലോഭിപ്പിച്ചും അതുപോലെ ലവ് ജിഹാദിൽ അകപ്പെടുത്തിയും ട്രാപ്പിലാക്കിയും അങ്ങനെയൊന്നും അല്ല കൊണ്ടുവരേണ്ടത്. ഒരു കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിക്കാത്തതിൻ്റെ പേരിൽ വല്ലാതെ കുഞ്ഞിനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുക, എടുത്ത് ഉച്ചയും കുത്തി എടുത്ത് വെച്ച് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെ കുത്തനെ എടുത്ത് വെച്ച് ഇടിക്കുക, എന്തുണ്ട് അതിൻ്റെ കാര്യം? വേറൊരു മലരനുണ്ട്, ഒരു ചെറിയ കുഞ്ഞിനെ ശ്രീറാം വിളിക്കാത്തതിന് കുഞ്ഞിനെ അടിക്കുക, ചെറിയ പൈതൽ, 1 വയസ്സോ 1.5 വയസ്സോ. ഇതൊക്കെ മാനസിക രോഗമാണ്. ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ മതത്തിലേക്ക് ആളെ കൂട്ടേണ്ടത് എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ട്യൂഷൻ സെൻ്ററും ക്ലസ്റ്റർ ക്ലാസ്സുകളുമാണ് നടക്കുന്നത്. ആ കോച്ചിങ് സെൻ്ററുകളിൽ പോയിട്ട് വരുന്ന ആളുകളാണ് ഇങ്ങനെ പഠിക്കുന്ന ഒരു മതം. അവർ പിന്നീട് തീവ്രവാദി അല്ലാതെ പിന്നീട് ആരാകാനാ? ഇത് വർഷങ്ങൾ കൊണ്ട് ഇവർക്ക് കിട്ടുന്ന ക്ലസ്റ്ററാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുസ്ലിം ജിഹാദികൾ കുറച്ച് നേരത്തെ തന്നെ ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞതാ. ഇങ്ങനെ തന്നെ മതേതരരായിട്ട് തന്നെയാണ് നമ്മൾ തുടരുന്നതെങ്കിൽ കുറച്ച് വർഷങ്ങൾക്കും ഉള്ളിൽ നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ പുരോഹിതന്മാരുടെ കൈകളിൽ കിടന്ന് പെടയുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. കാരണം ഒരു പ്രതികരണശേഷിയും ഇല്ലാത്ത മതേതരന്മാർ, അത് കാപഠ്യമാണ്, അത് കപട മതേതരത്വമാണ് എന്ന് പറയാൻ കഴിയണം. എതിർക്കുന്നതിനെ എതിർക്കാൻ, അനുകൂലിക്കുന്നതിനെ അനുകൂലിക്കാൻ സാധിക്കണം. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഴിവുകെട്ടവരായി മാറത്തില്ലേ? നമുക്ക് ശരിയെന്ന് തോന്നുന്നതിനോട് നമുക്ക് സമരസപ്പെടാൻ സാധിക്കണം. തെറ്റ് എന്ന് തോന്നുന്നതിനെ എതിർക്കാനും കഴിയണം. ഇങ്ങനെ ഈ രാജ്യത്തെ ഇസ്ലാം മതമയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പ്രതികരിക്കാൻ സാധിക്കാതെ ഇസ്ലാം മത രാജ്യമാകാനോ അതൊന്നും നടപ്പുള്ള സംഗതിയല്ല എന്ന് പറഞ്ഞ് അതിനെ കൂളായി തള്ളിക്കളയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതിനെ എതിർക്കാൻ, ഇതിനെ പ്രതിരോധിക്കാൻ, ഇതിനെ വിമർശിക്കാൻ, ഇതിനെതിരെ ഒരു വാക്കുപോലും പറയാൻ, എതിർക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഇതിനേക്കാൾ ഭീരുക്കളായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഗോപാൽ പാഠ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുവാണ് ബംഗ്ലാദേശിലും ഗോപാൽ പാഠയെ പോലെ ഒരാൾ വരണമെന്ന്. അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുക്കളോട് പറയാണ്, നിങ്ങൾ പൊരുതി മരിക്ക് അന്തസ്സുണ്ട്. വീരശൂര പരാക്രമികളായി കയ്യിൽ കിട്ടുന്നതെടുത്ത് എതിർത്ത് തോൽപ്പിക്കാനോ തോൽക്കാനോ നിൽക്ക് കുഴപ്പമില്ല. പരീക്ഷ എഴുതി തോൽക്കട്ടെ, കോപ്പി അടിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗ് 2ാം വിഭജനത്തിന് ഒരുങ്ങുവാണ്. എല്ലാവർക്കും ഒരു നിയമം എന്നതാണല്ലോ പരിഷ്കൃത സമൂഹത്തിന്റെ അടയാളം. അതാണല്ലോ ജനാധിപത്യത്തിന്റെ മാധുര്യം. അതുകൊണ്ടാണല്ലോ ഈ സ്വതന്ത്ര ഭാരതത്തിലെ ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചത്. അതുകൊണ്ടാണല്ലോ സിവിൽ നിയമങ്ങൾ ഏകീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളൊന്നും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ല, ജനാധിപത്യത്തിന്റെ ഭാഗമല്ല. ഞങ്ങളൊന്നും ഈ ഭാരതത്തിന്റെ ഒരു നിയമങ്ങളും അനുസരിക്കാൻ പ്രാപ്തരല്ല, അതല്ലെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക, അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുക, ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുക, ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വാദിക്കുക. ഭാരത വിഭജനത്തിൽ എത്തിച്ചതും ഈ രീതി തന്നെയാണ്. ഈ ശാന്തമായ, സമരസപ്പെട്ടു പോകുന്ന, എതിർക്കാതെ അടിമ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു സമീപനം തന്നെയായിരുന്നു ഭാരതത്തെ വിഭജനത്തിന്റെ വാതിലിൽ എത്തിച്ചത്. പുതിയൊരു പാകിസ്ഥാൻ സൃഷ്ടിച്ച് വീണ്ടും ഭാരതത്തെ തകർക്കാനുള്ള വർഗീയ പ്രചരണത്തിന്റെ ഭാഗമാണ് പൊതു സിവിൽ കോഡിനും അതുപോലെ CAA-ക്കെതിരെയും ഒക്കെ ഉയർന്നു കേൾക്കുന്നത്. മുസ്ലിം വിരുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കേമനായാലും അയ്യോ അവനെ വർഗീയവാദിയാക്കാനാണ്
ഏറ്റവും കൂടുതൽ താല്പര്യം. ഇസ്ലാമിനെ എതിർക്കുന്നു, ഇസ്ലാമിനെ വിമർശിക്കുന്നു, ഇസ്ലാമിൻ്റെ ഈ രീതികളെയൊക്കെ സംസാരിക്കുന്നു. അയ്യോ, അവരെ എതിർത്ത് തോൽപ്പിക്കാൻ ആരെ വേണമെങ്കിലും ഇറക്കിവിടും. ഇത് തന്നെയാണ് നമ്മൾ CAA സമരത്തിലും കണ്ടത്. മുസ്ലിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു നിയമം, ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ വന്ന മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു നിയമത്തെ മുസ്ലിം വിരുദ്ധമെന്ന് പറഞ്ഞ് രാജ്യം മുഴുവനും കലാപം നടത്തി, ക്യാമ്പയിനുകൾ നടത്തി, ഒരുപാട് ആളുകൾക്ക് മീറ്റിങ്ങുകൾ നടത്തി, അവരെ ബ്രെയിൻ വാഷ് ചെയ്തു. മുസ്ലിം ജന സാമാന്യത്തെ വിഘടനവാദത്തിന്റെ സംരക്ഷകരാക്കി മാറ്റി. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും അവർ വിഭജനം വിഭജനം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു മലബാർ ഒരു ജില്ലയാക്കി മാറ്റിത്താ, ജില്ലയാണല്ലോ, അല്ല കോഴിക്കോടിനെ മലപ്പുറത്തെ ഒരുമിച്ചൊരു സംസ്ഥാനമാക്കി മാറ്റിത്താ, എന്നല്ല, അല്ല കേരളം ഒരു സംസ്ഥാനമാണല്ലോ, പോരാ, ഞങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനം വേണമെന്നായി എടുത്തത്. അവർക്ക് പൊതു സിവിൽ കോഡൊന്നും പറ്റില്ല, CAA ഒന്നും പറ്റില്ല, ഹിജാബ് വിരുദ്ധ സമരമൊന്നും പറ്റില്ല, പ്രതിഷേധങ്ങളൊന്നും പറ്റില്ല. അവർക്ക് ക്രിമിനൽ നിയമങ്ങൾ ഇസ്ലാമികമാകാം. എന്തേ നിങ്ങൾ ക്രിമിനൽ നിയമത്തിന് വേണ്ടിയിട്ട് മതപരമായിട്ടുള്ള നിയമമാണ് ഞങ്ങൾക്ക്, അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാദിക്കാത്തത്? ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ ആരുടെയും ഒരു കരച്ചിൽ നമ്മൾ കണ്ടില്ലല്ലോ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഈ മതനിയമം ഇത് വന്നപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ഒരേ നിയമം മതിയായിരുന്നു. ഇപ്പോൾ ഈ ഇന്ത്യയിലെ നിയമം സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം. കാരണം അത് നിങ്ങളെ ബാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടണം, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരെണ്ണത്തിന് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കണം. അനന്തര സ്വത്ത്, മാതാപിതാക്കളുടെ സമ്പത്തിന്റെ ഇരട്ടി നിങ്ങൾക്ക് നേടിയെടുക്കണം. ഇതൊക്കെ അറിയുന്നവർക്ക് അറിയാം. പ്രതികരിക്കാൻ ശേഷിയുള്ളവർ നിർഭയം ഇത്തരം രീതികളെ പ്രതികരിച്ച് തോൽപ്പിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രം മുസ്ലിം പുരുഷന്മാർക്ക് എത്ര വേണമെങ്കിലും കെട്ടാനുള്ള ഒരു നിയമത്തിന് വേണ്ടി ഇവര് വാളെടുത്ത് രംഗത്തിറങ്ങുന്നത്? ഈ ജനാധിപത്യ രാജ്യത്ത്, കൃത്യമായ രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ എന്തിനാണ് ഒരു വിഭാഗത്തിന് മാത്രം ഒരു വിഭജനം? അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ, സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് അവരെ പല രൂപത്തിലുള്ള ജിഹാദിൽ അകപ്പെടുത്തി ഗർഭിണിയാക്കുന്നു. ചിലരെ കല്യാണം കഴിക്കുന്നു, ചിലരെ കഴിക്കുന്നില്ല. നമ്മളിത് കേരള സ്റ്റോറിയൊക്കെ കണ്ടവരല്ലേ. മതം മാറ്റുന്നു, അങ്ങനെ അപ്പിക്കുപ്പായത്തിനകത്ത് അവരെ തളച്ചിടുന്നു. അവരാൽ 3-4 പ്രോഡക്റ്റുകളെ നിർമ്മിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട എന്ന് തോന്നുന്നു. അങ്ങനെ എത്രയെത്ര അനുഭവസ്ഥരാണ് വന്ന് അവരുടെ വേദനിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നൊരു പെണ്ണ് ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ. ഒന്ന് കെട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നുന്നു ഈ കാഫറല്ല, എനിക്കൊരു മുസ്ലിം പെണ്ണിനെയും കൂടി കെട്ടണം, കുഞ്ഞിനൊരു വയസ്സായി. അങ്ങനെ ആ പെൺകുട്ടി കരഞ്ഞു വന്ന് പറയുക, എന്നെ ഒരു രൂപത്തിൽ ഇവർ പരിഗണിക്കുന്നില്ല. കാരണം കൺവേർട്ടഡ് ആയ ആളുകൾക്ക് ആ സമൂഹത്തിൽ അത്രയ്ക്കുള്ള പരിഗണന തന്നെ കിട്ടും. അങ്ങനെ കുറച്ച് ആദ്യത്തെ അവസരത്തിലൊക്കെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ച് നല്ല സഹകരണമൊക്കെ ഉണ്ടാവും, നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് നമുക്ക് ഉത്തമമെന്ന് അവർ തോന്നും. അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ പെരുവഴി ആധാരമായിട്ടുണ്ട്. ലവ് ജിഹാദ് ഇല്ലെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിക്ക് പോലും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം സിമ്പിളാണ്. IPC-യിൽ, ഇന്ത്യൻ പീനൽ കോഡിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല, വകുപ്പില്ല. ആ വകുപ്പില്ലാത്തിടത്തോളം കാലം പോലീസിനെ കേസെടുക്കാൻ പറ്റില്ല, കോടതിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് തലയ്ക്കകത്ത് ആളുതാമസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബോധ്യപ്പെടും ഇതെവിടേക്കുള്ള യാത്രയാണെന്ന്. നന്ദി.